നിർണായക ധാതുക്കളുടെ കൈമാറ്റത്തിലുള്ള പദ്ധതിയായ ഫോർജിന് പിന്തുണയുമായി ഇന്ത്യ. വാഷിംഗ്ടണിൽ ചേർന്ന യോഗത്തിലാണ് പദ്ധതിക്ക് നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ പിന്തുണ അറിയിച്ചത്. വാഷിംഗ്ടണിൽ നടന്ന ചർച്ചകൾ ഫലപ്രാപ്തിയുള്ളതാണെന്നും വിദേശകാര്യമന്ത്രി അഭിപ്രായപ്പെട്ടു. വിനീത വിജയ് ഈ വാർത്തയുടെ അപ്ഡേഷനുമായി ചേർന്നു ഡൽഹിയിൽ നിന്ന്. വീണ്ടും പറയൂ വിനീത. നിർണായക ധാതുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കയിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം 2 ദിവസമായി അമേരിക്കയിൽ തുടരുകയാണ്. അതിനിടയിലാണ് വാഷിംഗ്ടണിൽ ഈ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. ഈ നിർണായക ധാതുക്കളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട പദ്ധതിയായ ഫോർജ്, അത് ഈ നിർണായകമായിട്ടുള്ള ധാതു കൈമാറ്റവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. ഈ പദ്ധതിയായ ഫോർജിന് ഇന്ത്യ പിന്തുണ അറിയിച്ചിരിക്കുകയാണ്. വാഷിംഗ്ടണിൽ ചേർന്ന യോഗത്തിലാണ് പദ്ധതിക്ക് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പിന്തുണ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ചർച്ചകൾ, വാഷിംഗ്ടണിൽ നടന്ന ചർച്ചകളെല്ലാം ഫലപ്രാപ്തിയുള്ളതാണെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. വൈവിധ്യമാർന്ന നിർണായക ധാതു വിതരണ ശൃംഖലകളുടെ വികസനം ത്വരിതപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് ഈ പദ്ധതിയെന്നും ഈ പദ്ധതിയിൽ ഏതാണ്ട് 50-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ തന്നെ പങ്കെടുത്തിട്ടുണ്ട് എന്നുമാണ് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. താങ്ക് യു വിനീത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.